നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്? ശവനാരി എന്നാണോ, നിത്യകല്യാണി എന്നാണോ, ശവക്കോട്ടപ്പച്ച എന്നാണോ? മദഗാസ്കർ പെരുവിങ്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി മദഗാസ്കർ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് കേട്ടോ ആദ്യമായിട്ട് കണ്ടെത്തിയത്. കേരളത്തിൽ ഈ പൂവിനെ ശവനാരി എന്ന് വിളിക്കുന്നതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമൊന്നുമില്ല. എന്നാലും ചില നാട്ടുപ്രയോഗത്തിൽ ഇത് പറയുന്നത് നമ്മുടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ശ്മശാനങ്ങൾ, അതായത് ശവം സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഈ ചെടി കണ്ടുവന്നിട്ടുണ്ട്. അപ്പം അന്ന് ആളുകൾ വിളിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊരു ഔദ്യോഗിക ശാസ്ത്രീയ നാമവിവരണം അല്ല. ഇതെല്ലാ വർഷവും പൂക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾ ഇതിനെ നിത്യകല്യാണി എന്നും വിളിക്കാറുണ്ട്. ഇതിന് മെഡിക്കൽ പ്രാധാന്യമുണ്ടെന്നാണ് ചില സയൻറ്റിഫിക് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. കാരണം പോലെ തന്നെ ഈ ചെടി വളരെ സാധാരണയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് ഈ ചെടിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു. ചെറിയ 5 പാളികളുള്ള ഈ ഒരു പൂവ് ചൂട് കാലാവസ്ഥയിൽ നന്നായി വളരും. ഒരു മനുഷ്യർക്കുള്ള പാടെന്നുള്ള രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നത് കടുത്ത സാഹചര്യങ്ങളിലും ജീവിക്കാനുള്ള കഴിവുള്ള ഈ ചെടി മനുഷ്യന്മാർക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വരച്ചിട്ടുള്ള ഡ്രോയിങ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? ചെയ്യണം കേട്ടോ.